ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണയും പ്രതാപനും ചേർന്ന് മുകുന്ദൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. വാതിൽ തുറക്കുന്ന മുകുന്ദനോട് പ്രതാപൻ ഗുഡ് ഈവനിങ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈവനിങ് ഗുഡ് ആക്കാടോ, താൻ വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോവുകയാണോ അതോ പോയിട്ട് വരികയാണോ? അല്ല, ഇങ്ങോട്ട് തന്നെ വന്നതാണെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നതാണെന്ന്. ഞങ്ങളെ മൂവാറ്റുപുഴയിലേക്ക് കുഞ്ഞിനെ കാണാൻ പോയാലോ എന്ന് ആലോചിക്കുന്നു ഏട്ടാ. ഇവിടെ വന്നിട്ട് എന്തായാലും ഇപ്പോഴൊന്നും കുഞ്ഞിനെ കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്ത് വിട്ടിത്തപ്പണി പറയുന്നത്, അതൊന്നും വേണ്ട എന്ന് പ്രതാപനോട് കൃഷ്ണയോടും മുകുന്ദൻ പറയുന്നു. അവിടേക്ക് അങ്കിതയും വരുന്നുണ്ട്. ഏട്ടാ, നമുക്കപ്പോൾ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ, അക്കാര്യത്തിൽ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഞാനെന്ന് മുകുന്ദൻ കൃഷ്ണയോട് പറയുന്നു. എന്താ ഏട്ടാ ടെൻഷൻ? കുഞ്ഞിനെ കൊണ്ടുവരിക, നമുക്ക് നോക്കാമല്ലോ. ആര് നോക്കും? നീ നോക്കോ അതോ അങ്കിത നോക്കോ? എടി, അതിന് മുലപ്പാൽ കൊടുക്കണം, പിന്നെ രാത്രി അത് ഉറങ്ങുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. 1 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് മുകുന്ദനാണെങ്കിൽ ആകെ ആശങ്കപ്പെടുന്നു. ഏട്ടാ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കണം, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? നമുക്ക് കുഞ്ഞിനെ നോക്കാനായിട്ട് ഒരായെ വെച്ചാൽ അതൊന്നും ശരിയാവില്ല. അവർ കുഞ്ഞിനെ ഉപദ്രവിക്കില്ല എന്ന് എന്താ ഉറപ്പുള്ളത്? ഞങ്ങളിപ്പോൾ കുഞ്ഞിനെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ കുഞ്ഞിൻ്റെ അമ്മയെയും അച്ഛനെയും കടനായിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ അങ്കിത അയ്യോടാ, ഞങ്ങളിതുവരെ നീ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വരും. നമ്മളിപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യണമെന്നിങ്ങനെ മുകുന്ദനും അങ്കിതയും കൃഷ്ണയോടും പ്രതാപനോടും പറയുമ്പോൾ ശരിയാണ്. അതെ, കുഞ്ഞിന് ഒരുപാട് രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് മുലപ്പാൽ കിട്ടിയില്ലെങ്കിൽ. പിന്നെ അത് വേറെ പുലിവാലാവും. എനിക്കാണെങ്കിൽ മലേഷ്യയിലേക്ക് പോയേ മതിയാകൂ, അല്ലെങ്കിൽ അവിടുത്തെ ബിസിനസ്സും കാര്യങ്ങൾ തകരാറിലാവും. എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കരാറ് പ്രകാരം ജനിച്ച ഉടനെ കുഞ്ഞിനെ കൈമാറ്റം ചെയ്യണമെന്നാണ്. പക്ഷേ തുളസീധരൻ ചേട്ടനാണെങ്കിൽ ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കൈമാറ്റം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയൊക്കെയാണല്ലോ നമ്മളും തീരുമാനിച്ചിരുന്നത്. പക്ഷേ അയാളാണെങ്കിൽ പോത്തിൻ്റെ ചെവിയിൽ വേദം മുതുന്ന പോലെയാണ്, എന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ലെന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് കൃഷ്ണയും പ്രതാപനും ആകെ വല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ നോക്കുന്നുണ്ട്. പ്രതാപൻ പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം, എൻ്റെ അമ്മയെന്ന് വെച്ചാലേ തുളസിയേട്ടൻ അമ്മയുടെ മുന്നിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ നിൽക്കും. അമ്മ പറഞ്ഞാൽ ഉറപ്പായിട്ടും തുളസിയേട്ടൻ കേൾക്കുമെന്ന് പറയുമ്പോൾ എടോ, താൻ വീണ്ടും വീണ്ടും മണ്ടത്തരം പറയൽ. തുളസിയേട്ടൻ കേൾക്കുമായിരിക്കും അമ്മയ്ക്ക് മുന്നിൽ, പക്ഷേ നമ്മളാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യം അയാൾക്ക് അറിയില്ല. പിന്നെ കല്യാണിക്കുട്ടി അമ്മയൊക്കെ അറിഞ്ഞു എന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും തുളസിയേട്ടൻ വല്ല കടുങ്കൈ ചെയ്യും. അത് വേണോ നമുക്ക്? ശരിയാണല്ലോ, ഞാൻ അത്ര ഓർത്തില്ല എന്ന് പ്രതാപൻ പറയുന്നു. എന്തായാലും കുഞ്ഞിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുഞ്ഞിനെ 1 മാസമെങ്കിലും മീനാക്ഷി സംരക്ഷിച്ചേ മതിയാവൂ. മീനാക്ഷി ഒരു പക്ഷേ സമ്മതിക്കുമായിരിക്കും. കാരണം ആ കുട്ടിക്ക് ഒരു ചിന്താഗതിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. തുളസിയേട്ടനെ പോലെയല്ല, അയാൾക്ക് എത്രയും പെട്ടെന്ന് പണം കിട്ടണം, കരാറിൽ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ യാതൊരു മാനസിക പരിഗണനയും അയാൾ തരില്ല എന്നിങ്ങനെ വീണ്ടും വീണ്ടും പ്രതാപനോടും കൃഷ്ണയോടും മുകുന്ദൻ പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും ആലോചിച്ചിരിക്കുകയാണ്. എന്നിട്ട് പ്രതാപനോട് മുകുന്ദൻ പറയുന്നുണ്ട്, ചന്ദ്രമോഹനോട് കുറച്ചുകൂടി നിർബന്ധിക്കാനായിട്ട് പറയാം, അല്ലാതെ എന്ത് ചെയ്യാനാ? അല്ലെ, ചന്ദ്രമോഹൻ എവിടെ? അയാൾ അവിടെ മൂവാറ്റുപുഴയിൽ തന്നെയുണ്ട്, അവിടെ തന്നെ ഇരുന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരൊറ്റ വഴിയേ ഉള്ളൂ, 3 ലക്ഷം രൂപ കൂടി കൊടുക്കാമെന്ന് ഏൽക്കാം. അങ്ങനെയെങ്കിലും തുളസിയേട്ടൻ വീഴുമോ എന്ന് അറിയാമല്ലോ. എന്തായാലും അത് കേട്ട് പ്രതാപൻ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാം, അല്ലാതെ വേറെ വഴിയില്ല എന്ന്. അങ്ങനെ മുകുന്ദൻ പറയുകയാണ്, വിട്ടുകൊടുക്കാൻ പറ്റില്ലടോ എൻ്റെ കുഞ്ഞിനെ എന്നിങ്ങനെ തീർച്ചപ്പെടുത്തുന്നുണ്ട്. ഈ സമയം കുഞ്ഞുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷി. അമ്മയുടെ സുന്ദരിക്കുട്ടി എവിടെയാ, എന്താ അമ്മേനെ നോക്ക് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ നോട്ടം തിരിപ്പിക്കുന്നു. ഈ സമയം കുഞ്ഞാണെങ്കിൽ മീനാക്ഷിയെ നോക്കുന്നുണ്ട്. അങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തുളസീധരനും പ്രസന്നയും വരുന്നു. ഈ ഒരു കളികളൊക്കെ കണ്ടിട്ട് അയാൾക്കാണെങ്കിൽ ഒട്ടും ദഹിക്കുന്നില്ല. അത് മനസ്സിലാക്കുന്ന പ്രസന്നയാണെങ്കിൽ മീനാക്ഷിയെയും കുഞ്ഞിനെയും രൂക്ഷമായി നോക്കുന്നു. എന്നിട്ട് അടുത്തേക്ക് വരികയാണ്. അതെ, ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാനാണോ പ്ലാൻ? വീട്ടിലേക്ക് പോകണ്ടേ? അതിന് വീട്ടിലേക്ക് പോകാൻ സമയമായിട്ടില്ലല്ലോ. ആവും, അപ്പോൾ എന്ത് ചെയ്യും? ഈ കുഞ്ഞിനെ കൊടുക്കണ്ടേ? കരാറ് പ്രകാരം അവർ വാങ്ങിയിട്ട് പോകുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അച്ഛനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? പിന്നെ വീട്ടിലേക്ക് പോകാൻ മറ്റന്നാളല്ലേ പോകുന്നുള്ളൂ. മറ്റന്നാളെന്നാ മറ്റന്നാൾ. എന്തൊക്കെയായാലും കുഞ്ഞിനെ കൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ടില്ലെന്ന് തുളസീധരൻ വീണ്ടും വീണ്ടും മീനാക്ഷിയെ ഓർമ്മപ്പെടുത്തുന്നു. അച്ഛനെന്ന് എന്താ? അച്ഛൻ വീട്ടിൽ പോയിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് വീണ്ടും തുളസിയോട് മീനു പറയുകയാണ്. ഇത് കേട്ടിട്ട് തുളസിക്കാണെങ്കിൽ ദേഷ്യം വരുന്നു. എല്ലാം കൂടി അങ്ങ് നാടകം കളിച്ച് തകർക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കുഞ്ഞുമായിട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അത് അപ്പം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് തുളസിയെ ആട്ടി വിടുകയാണ് മീനാക്ഷി. അങ്ങനെ തുളസി പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ഓർത്ത് മീനുവാണെങ്കിൽ ആകെ വിഷമത്തിൽ അങ്ങനെ നിൽക്കുന്നു. പിന്നീട് അങ്ങോട്ട് പ്രീത മേഡത്തെയും മീനാക്ഷിയെയും കണ്ട് സംസാരിക്കാനായിട്ട് ചന്ദ്രമോഹനും മുകുന്ദനും എത്തുകയാണ്. അങ്ങനെ അവർ കാറിൻ്റെ ഡോർ തുറക്കുമ്പോൾ തന്നെ തുളസീധരനെ കാണുന്നുണ്ട്. അയ്യോ സാറേ, പെട്ടല്ലോ. ആടോ, ഞാനും കണ്ടു, തുളസീധരൻ നമ്മളെ കണ്ടെന്നാണ് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, തന്നെ ഞാനിവിടെ ഡ്രോപ്പ് ചെയ്തതാണെന്ന് അയാളോട് പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ്
ചന്ദ്രമോഹനെ മുകുന്ദൻ വിട്ടയക്കുകയാണ്. അങ്ങനെ തുളസിയാണെങ്കിൽ മുകുന്ദനെ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചന്ദ്രമോഹൻ, ആ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? എടോ, താൻ എന്ത് പണിയായി കാണിച്ചത്? ഇത് പ്രതാപൻ്റെ അളിയനാണല്ലോ, അയാളെയും കൂടിയിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതെ, ഞാൻ ഇങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അപ്പോൾ ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ് കയറ്റി കൊണ്ടുവന്ന്. ഓ, അത് വേണ്ടായിരുന്നു, എല്ലാവരെയും അറിയിക്കാനാണോ തൻ്റെ പ്ലാനിങ് എന്നൊക്കെ തുളസി ചോദിക്കുമ്പോൾ, ഏട്ടാ, ഞാൻ മനഃപൂർവ്വമല്ല, അയാൾ എന്നെ കയറ്റി കൊണ്ടുവന്നതാണെന്ന് ചന്ദ്രമോഹൻ പറയുന്നു. ആ ശരി, എന്നെ ആൾക്ക് മനസ്സിലായി കാണുമോ? അല്ല എന്നുവെച്ചാൽ ആകെ പ്രശ്നവുമെന്ന് പറയുമ്പോൾ, മനസ്സിലായിട്ടൊന്നുമില്ല, അദ്ദേഹം നിങ്ങളെ നോക്കിയിട്ട് പോലും ഇല്ലെന്ന് പറയുന്നു. ആ എന്തായാലും കൂടുതൽ നേരം നിന്ന് മനസ്സിലാക്കാൻ നിൽക്കണ്ട, ഏട്ടൻ പോയിക്കോ. വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതല്ലേ? അതെ, ഞാൻ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാ. ഇപ്പോൾ നാണം കെട്ടേനെ, എന്തായാലും അയാൾ കാണാതെ ഞാൻ ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും പോകാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് തുളസിയാണെങ്കിൽ മുഖം മറച്ചു പിടിച്ച് അവിടെ നിന്നും വേഗം ഓടിപ്പോകുന്നു. അങ്ങനെ ഒന്നും അറിയാത്തതുപോലെ മുകുന്ദൻ നിൽക്കുന്നുണ്ട്. തുളസി പോയതിന് ശേഷം ചന്ദ്രമോഹനാണെങ്കിൽ മുകുന്ദൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എടോ, എന്തായി? അയാൾ എന്നെ കണ്ടോ? എനിക്കത് പേടി തോന്നി എന്നൊക്കെ പറയുമ്പോൾ, സാറിനെ പേടിച്ചിട്ടാണ് അയാൾ അങ്ങോട്ട് പോയിരിക്കുന്നത്, ഒരു സംശയമില്ല, സാറ് വന്നേന്ന് പറഞ്ഞ് മുകുന്ദനുമായിട്ട് ചന്ദ്രമോഹനാണെങ്കിൽ അകത്തേക്ക് പോകുന്നു. പിന്നീട് മുകുന്ദൻ കാര്യമായി തന്നെ പ്രീതാമ്മയടുത്തോട് സംസാരിക്കുകയാണ്. ഇപ്പം എന്തായാലും കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതെന്താ ഇപ്പം അങ്ങനൊരു തീരുമാനം? അത് അറിയാമല്ലോ, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഒരു മാസമെങ്കിലും മീനാക്ഷി കുഞ്ഞിനെ സംരക്ഷിച്ചേ മതിയാകൂ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഒരു മാസം എന്നൊക്കെ വെച്ചാൽ ആ കുട്ടി വില്ലിങ് ആവുമോ? മീനാക്ഷി കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടിയാണ്. അത് ശരിയാണ്, മീനാക്ഷിക്ക് ചിലപ്പോൾ സന്തോഷമാവും. പക്ഷേ മീനാക്ഷിയുടെ അച്ഛൻ മീനുവിനെ കുഞ്ഞുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാലോ എന്ന് അവൾ ആലോചിക്കും. പക്ഷേ തുളസിയേട്ടന് സമ്മതിക്കുന്ന ലക്ഷണമില്ലെന്ന് പറയുമ്പോൾ ഡോക്ടർ തുളസിയേട്ടനുമായിട്ട് സംസാരിക്കണം. അതൊരിക്കലും നടക്കില്ല, അയാളുമായിട്ട് എന്തായാലും ഞാൻ സംസാരിക്കില്ല എന്ന് പ്രീത മാഡം പറഞ്ഞ് കൈയൊഴിയുന്നു. ഇത് കേട്ടിട്ട് മുകുന്ദൻ പറയുന്നുണ്ട്, ഞാനൊരു പ്ലാനിങ്ങിലെത്തി നിൽക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ചന്ദ്രമോഹനോട് ഒരു 3 ലക്ഷം രൂപ കൂടി കൊടുത്തു വിട്ടിട്ട് അയാളുമായിട്ട് സംസാരിക്കാനായിട്ട്. പിന്നെ മറ്റൊന്നിനും വഴങ്ങിയില്ലെങ്കിൽ ഭീഷണി, അല്ലാതെ വേറെ ഒരു വഴിയില്ല മാഡം എന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് പ്രീത മാഡം പറയുന്നുണ്ട്, അയാളൊരു മനുഷ്യനല്ലേ, എന്തായാലും സമ്മതിക്കുമായിരിക്കും. അയാളെ മനുഷ്യനല്ല, കാട്ടുപോത്താണെന്ന് പറയുന്നു. പ്രീത മാഡം ചിരിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യത്തെ കൂടിയും ശ്രദ്ധിക്കണം, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഏറ്റവും വലിയ ആത്മബന്ധം തുടങ്ങുന്നത് മുലയൂട്ടലിലൂടെയാണ്. ആ മുലയൂട്ടൽ തുടർന്നു കൊണ്ടുപോയാൽ ഒരുപക്ഷെ മീനാക്ഷിക്ക് കുഞ്ഞിനെ വിട്ടുതരാനായിട്ട് പറ്റുമായിരിക്കും. പക്ഷെ കുഞ്ഞിനെ മീനാക്ഷിയെ വിട്ടുപോവുക അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത് കേട്ടിട്ട് മുകുന്ദൻ പറയുന്നുണ്ട്, എല്ലാ വശവും ഞാൻ ചിന്തിക്കുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാണ്, ഞങ്ങളുടെ പ്ലാനിങ് പ്രകാരം കാര്യങ്ങൾ വരണമെന്ന്. എന്താ നിങ്ങളുടെ പ്ലാനിങ്? അത് കുഞ്ഞിനെ പ്രസവിച്ച് കുഞ്ഞുമായിട്ട് ഞങ്ങൾ മലേഷ്യയിലേക്ക് പോകുന്നു. ഒരു 3 കൊല്ലം കഴിയുന്ന സമയത്ത് തിരിച്ചു വരുന്നു. അവിടെ വെച്ച് തന്നെ അങ്കിത ഗർഭിണിയായി പ്രസവിച്ചു എന്ന് വരുത്തി തീർക്കണം ബന്ധുക്കൾക്ക് മുന്നിൽ. എങ്കിൽ മാത്രമേ അങ്കിതയ്ക്ക് ഇവിടെ ഒരു പ്രസ്റ്റീജ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഞാൻ അച്ഛൻ മാത്രമല്ല, ഒരു ഭർത്താവും കൂടിയാണ്. എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ കൂടിയും എനിക്ക് നോക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ബന്ധം കൂടുതൽ സുന്ദരമാകുമെന്നൊക്കെ പറയുന്നു. ഇത് കേട്ടിട്ട് പ്രീത മാഡം പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എന്ത് ചെയ്യാനാ? അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്ക് ആർക്കും അറിയില്ലെന്ന് ചോദിക്കുമ്പോൾ അങ്കിതയുടെ ബന്ധുക്കൾക്ക് ആർക്കും അറിയില്ല, പക്ഷേ എൻ്റെ അനിയത്തിക്കും അനിയത്തിയുടെ ഭർത്താവിനും കാര്യങ്ങൾ അറിയാമെന്ന് മുകുന്ദൻ പറയുകയാണ്. എന്തായാലും നിങ്ങളുടെ പ്ലാനിങ് പോലെ കാര്യങ്ങൾ നടക്കട്ടെ, അയാളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കുമെന്ന് പ്രീത മാഡം പറയുന്നുണ്ട്. ഞാൻ ചന്ദ്രമോഹൻ വഴിയാണ് കാര്യങ്ങൾ നടത്താനായിട്ട് പോകുന്നത്. എന്തായാലും അവരവിടെ നിന്നും കാര്യങ്ങൾ സംസാരിച്ച് പിരിയാണ്. പിന്നെ ചന്ദ്രമോഹനെ കാണാനായിട്ട് മുകുന്ദൻ പോകുന്നു. അങ്ങനെ ചന്ദ്രമോഹനോട് കാര്യങ്ങൾ പറയുകയാണ്. തുളസിയേട്ടനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് ഒരു 3 ലക്ഷം രൂപ കൂടി ഓഫർ ചെയ്യണം. അതിലൂടെ അയാൾ വീഴണം, അല്ലാതെ നമുക്ക് ഒരു കാര്യവുമില്ല. മീനാക്ഷിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ ഏകദേശം മനസ്സിലാവും, പക്ഷേ അതുപോലെയല്ല തുളസിയേട്ടൻ, വളരെ സോഫ്റ്റായി തന്നെ കൈകാര്യം ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ താൻ കുഞ്ഞിനെ ഏറ്റെടുക്കില്ല, 10 ലക്ഷം രൂപ തരില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയേക്ക്. അപ്പോൾ അയാൾ വീണേക്കുമെന്നിങ്ങനെ മുകുന്ദൻ ചന്ദ്രമോഹന് ഐഡിയാസ് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ചെയ്യാമെന്നും ചന്ദ്രമോഹൻ പറയുന്നു. ആദ്യം ഞാൻ മീനാക്ഷിയെ കണ്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമോഹനാണെങ്കിൽ മീനാക്ഷിയുടെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഡോർ തട്ടുന്നുണ്ട്. ഈ സമയം പ്രസന്നയാണെങ്കിൽ മീനുവിനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണ്. ഈ മാക്സി മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മതി. അങ്ങനെ അകത്തേക്ക് വരാനായിട്ട് പ്രസന്ന പറയുമ്പോൾ ചന്ദ്രമോഹനെയാണ് കാണുന്നത്. സാറോ? മീനുവിനും കുഞ്ഞിനും കുഴപ്പമില്ലല്ലോ, സുഖമായിട്ടിരിക്കുന്നല്ലോ? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ മീനാക്ഷി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കരാറ് പ്രകാരം പ്രസവം കഴിഞ്ഞ ഉടനെയും കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്നാണ്. പക്ഷേ മറ്റൊരു മാനസിക ഘടകങ്ങൾ കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കുഞ്ഞിന് മുലപ്പാൽ കിട്ടണം. അതുകൊണ്ട് ഒരു മാസം മീനാക്ഷി കുഞ്ഞിനെ സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ മീനുവിനാണെങ്കിൽ അക്കാര്യം കേട്ട് സന്തോഷമാവുന്നുണ്ട്. പ്രസന്നയുടെ മുഖമാണെങ്കിൽ വാടിപ്പോകുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കുന്ന നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട് ബൈ.